വെൽക്കം. റഹ്മാനാണ്. എൻഡോക്രൈൻ സിസ്റ്റം വീഡിയോ സീരീസിൽ നമ്മുടെ 6ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസിന്റെ സിന്തസിസ്, റിലീസ്, റെഗുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സോ ഈ വീഡിയോയിൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോണിന്റെ ഫിസിയോളജിക്കൽ ആക്ഷൻ, ഫിസിയോളജിയാണ് നമ്മൾ പറയുന്നത്. സോ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? സോ തൈറോയ്ഡ് ഹോർമോൺസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു T3 ആൻഡ് T4 ആണ് തൈറോയ്ഡ് ഹോർമോൺസ്. ആൻഡ് T4 ആണ് 90% T4 ആണ്. T3 10% മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ T3 ആണ് പ്രധാനപ്പെട്ട ആക്റ്റീവ് ആയിട്ടുള്ള ആള് T3 ആണ്. സോ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പുറത്ത് വെച്ചിട്ട് തൈറോയ്ഡ് ഫോളിക്കിൾസ് കഴിഞ്ഞ് ബ്ലഡിലേക്ക് എത്തി. രണ്ടും ബ്ലഡിനകത്ത്, ഇത് ബ്ലഡ് വെസലാണെങ്കിൽ പുറത്തേക്ക് എത്തി ബ്ലഡിൽ എത്തുമ്പോൾ T4 ഈസ് നൗ കൺവേർട്ടഡ് ഇൻടു T3. ബ്ലഡിൽ വെച്ചായിരിക്കണമെന്നില്ല, പെരിഫറൽ ടിഷ്യൂസിൽ വെച്ചിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക പെരിഫറൽ കൺവേർഷൻ എന്നാണ്. പെരിഫറൽ കൺവേർഷൻ ഓഫ് T4 ടു T3. ആൻഡ് ഇതിനൊരു എൻസൈം വേണം. ആ എൻസൈമിന്റെ പേര് 5' ഡീഅമിനേസ്. സോ 5' ഡീഅമിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് T4നെ T3 ആക്കി പെരിഫറൽ സെൽസിൽ വെച്ചിട്ട് മാറ്റുക. സോ T3 ഈസ് മോർ ആക്റ്റീവ്, നമുക്കറിയാം. ഇനിയിപ്പോൾ ഒരു സെല്ലിലെത്തി. സോ സപ്പോസ് ദിസ് ഇസ് എ സെൽ ആൻഡ് ഇവിടെ T3 എത്തി, ഇവിടെ ഇത് ആക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ദേ വിൽ ആക്ട്. ഇത് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് ഇതിനകത്തേക്ക് കയറും. സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കയറിയിട്ട് ഇതിന്റെ സൈറ്റോപ്ലാസം ഓർ ഇൻ ദ ന്യൂക്ലിയസ്. സോ റെറ്റിനോയിഡ് എക്സ് റിസപ്റ്റർ അതുമായിട്ട് ചേർന്നിട്ട് ഒരു ഡൈമർ ഫോം ചെയ്യും. സോ ഡൈമർ ഈസ് ഫോംഡ്. തൈറോയ്ഡ് ഹോർമോണും കൂടി ചേർന്നിട്ട് അതിനകത്തുള്ള എലമെന്റ്സും കൂടി ചേർന്നിട്ട് ഡൈമർ ഫോം ചെയ്യുന്നു. ആൻഡ് ന്യൂക്ലിയസിൽ ഇത് DNA ആണെങ്കിൽ അവിടെ പോയിരിക്കുന്നു. ദെൻ ഇറ്റ് ആക്ട്സ് ആസ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. ആൻഡ് ഈ ന്യൂക്ലിയസിന്റെ അടുത്ത് ധാരാളം പ്രോട്ടീൻസ് ഉണ്ടാക്കാനായിട്ടുള്ള കൽപ്പനകൾ കൊടുക്കുന്നു. സോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ മെനി പ്രോട്ടീൻസ്, സോ പ്രോട്ടീൻ സിന്തസിസ് ആണ് നടക്കുക. സോ മെനി പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. ഈ സെൽ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിന്റെ ഒക്കെ എമൗണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ ഫിസിയോളജിക്കൽ റോൾ നോക്കിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഗ്രോത്തിലും ഡെവലപ്മെന്റിനും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. എസ്പെഷ്യലി ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് പറയാം. സോ ഇത് ക്യാൻ ബി അനബോളിക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി കാറ്റബോളിക്, ഡിപ്പെൻഡ്സ് ഓൺ സൈഡ്. സോ ഇതിനൊരു അനബോളിക് ഹോർമോണെന്നോ അല്ലെങ്കിൽ കാറ്റബോളിക്കോ ഒന്നും മാത്രം പറയാൻ പറ്റില്ല. ബോത്ത് ഫങ്ഷൻസ്, രണ്ട് കാര്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോൺസിന്റെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ. എല്ലാ സെല്ലുകളിലും ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രോട്ടീൻ്റെ പേര് സോഡിയം പൊട്ടാസ്യം ATPase. സോ ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിൻ്റെ മെംബ്രെയിനിൽ സോഡിയം പൊട്ടാസ്യം ATPase എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ബിക്കോസ് ഓഫ് ദിസ് തൈറോയ്ഡ് ഹോർമോൺ ആണ്. എക്സ്പ്രഷൻ ഓഫ് സോഡിയം പൊട്ടാസ്യം ATPase വർദ്ധിപ്പിക്കുന്നു. സോ ATPase ആണ്. സോ ATP ഈസ് ബേൺഡ് ഇൻ ദ സെൽ. സെല്ലിനകത്ത് ATP കത്തും. സോ ഇൻക്രീസ്ഡ് മെറ്റബോളിക് റേറ്റ്, സെല്ലിനകത്തുള്ള മെറ്റബോളിക് റേറ്റ് ഓഫ് സെൽസ് വിൽ ബി ഇൻക്രീസ്ഡ്. സോ മോർ മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി, സെല്ലിനകത്തുള്ള മൈറ്റോകോൺട്രിയയുടെ ആക്ടിവിറ്റി, ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് മൈറ്റോകോൺട്രിയ ആണെന്ന് വിചാരിച്ചാൽ മൈറ്റോകോൺട്രിയൽ ആക്ടിവിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. സോ സെല്ലുലാർ റെസ്പിറേഷൻ കൂടും. സെല്ലുലാർ റെസ്പിറേഷൻ വർദ്ധിപ്പിക്കും. സോ സെൽസ് കൂടുതൽ പണിയെടുക്കും. സോ എല്ലാ സെല്ലുകളും ആക്റ്റീവ് ആകും. സോ ഫൈനൽ റിസൾട്ട് വിൽ ബി വാട്ട്? ബേസൽ മെറ്റബോളിക് റേറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. സോ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക, ഇതാണ് തൈറോയ്ഡ് ഹോർമോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ. സോ ബോഡി ടെമ്പറേച്ചർ അതിനൊപ്പം കൂടും. എല്ലാ സെൽസും എനർജൈസ്ഡ് ആകും. എല്ലാവരും പണിയെടുക്കും. കൂടുതൽ എനർജി ഉണ്ട്. സോ ഇങ്ങനെ ആക്റ്റീവ് ആകുമ്പോൾ ശരീരത്തിലെ എല്ലാ സെല്ലുകൾക്കും കൂടുതൽ എനർജിയുടെ ഡിമാൻഡ് വേണ്ടി വരും. സോ ശരീരത്തിലെ മൊത്തം ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണം. സോ ദിസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. അടുത്തത് ദ ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ഓഫ് തൈറോയ്ഡ് ഓൺ ഫാറ്റ് മെറ്റബോളിസം. രണ്ടാമത്തത് ഫാറ്റ് മെറ്റബോളിസത്തിൽ ആക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ ഇറ്റ്സ് ആക്ട്സ് ഓൺ അഡിപ്പോസ് ടിഷ്യൂ. ഇപ്പോൾ ഇതൊരു അഡിപ്പോസ് ടിഷ്യൂ ആണ് എന്ന് വിചാരിച്ചാൽ, അഡിപ്പോസൈറ്റ്സ് ആണെന്ന് വിചാരിച്ചാൽ, അഡിപ്പോസൈറ്റ്സിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ട്രൈഗ്ലിസറൈഡ്സ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ വരയ്ക്കുക. ദെൻ കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ആക്കിയും സൂക്ഷിച്ചിട്ടുണ്ട്. സോ എനർജി റിസർവ്സ് ആണ്, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. സോ ഇതിൽ നിന്ന് ട്രൈഗ്ലിസറൈഡ്സ് എടുത്തിട്ട് ഗ്ലിസറോൾ പ്ലസ് ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റും. ഫ്രീ ഫാറ്റി ആസിഡ് ആക്കി മാറ്റാൻ സഹായിക്കും. സോ ഇത് പരിപാടി ചെയ്യുന്നത് തൈറോയ്ഡ് ആയിരിക്കണമെന്നില്ല. സോ അത് അഡ്രിനാലിൻ പോലെയുള്ള കാറ്റക്കോളമീൻസ് ആയിരിക്കും ഇത് ചെയ്യുക. സോ
ഇതിനെ പെർമിസീവ് എഫക്ട് എന്നാണ് പറയാം. സോ തൈറോയ്ഡ് ഹാസ് എ പെർമിസീവ് റോൾ ഓർ പെർമിസീവ് എഫക്ട് ഇൻ ബേണിംഗ് ഓഫ് ദിസ് ബൈ അഡ്രിനാലിൻ. അഡ്രിനാലിൻ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം തൈറോയ്ഡ് അവിടെ വേണം, എങ്കിൽ മാത്രമേ നടക്കൂ. സോ ഇങ്ങനെ പൊട്ടിച്ച ഗ്ലിസറോൾ, ട്രൈഫ്രീ ഫാറ്റി ആസിഡ്സ്, ദെൻ അതിൽ നിന്നെല്ലാം സോ അതിന് നമ്മൾ എന്താ പറയുക, ഇതിനെ നമ്മൾ വിളിക്കുക ലിപ്പോലൈസിസ് എന്നാണ് വിളിക്കുക. സോ ലിപ്പിഡ്സ് ആർ ബേൺഡ്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാം, അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. സോ വി ആർ മേക്കിംഗ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് മീൻസ് ഗ്ലൂക്കോനിയോജെനസിസ്. ഗ്ലൂക്കോസ് പുതിയ സോഴ്സുകളിൽ നിന്ന് ഉണ്ടാക്കി, കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത സംഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് നമ്മൾ പറയുക. സോ ലിപ്പോലൈസിസ് ഉണ്ടാക്കും, ഗ്ലൂക്കോനിയോജെനസിസും അഡിപ്പോസ് ടിഷ്യൂവിൽ ചെയ്യും. മൂന്നാമത്തെ തൈറോയിഡിന്റെ ആക്ഷൻ ഇൻ ലിവർ. മൂന്നാമത്തത് ഇൻ ലിവറിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹാവ് ഗുഡ് ആക്ഷൻസ് ഇൻ ലിവർ. പ്രധാന പരിപാടികൾ എല്ലാം ഡയറക്റ്റഡ് ടുവേർഡ്സ് പ്രൊഡ്യൂസിങ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതാണ് പ്രധാനപ്പെട്ട പരിപാടി. ഗ്ലൂക്കോസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നാലോചിച്ച് തല ചൂടാക്കുകയാണ്. സോ ഓവറോൾ കാറ്റബോളിക് ഫംഗ്ഷൻസ് ആണ് ലിവറിനകത്ത് കൂടുതൽ. ആൻഡ് ഓൾസോ ഇൻ അഡിപ്പോസ് ടിഷ്യൂവിലും ഇത് കൂടുതലാണ്. സോ കാറ്റബോളിക് ആണ് ലിവറിലും അഡിപ്പോസിലും ഉള്ളത്. സോ വെയിറ്റ് ലോസ് ഉണ്ടാക്കാം ബിക്കോസ് ഓഫ് കാറ്റബോളിസം. ശേഖരിച്ചു വെച്ചിരിക്കുന്ന എനർജി സോഴ്സ് എല്ലാം പൊടിക്കുക, അതിൽ നിന്ന് എടുത്ത് ചെലവാക്കുക. സോ ഗ്ലൈക്കോജൻ ഉണ്ട് ലിവറിനകത്ത്. ഗ്ലൈക്കോജനെ പൊടിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക, ഗ്ലൈക്കോജീനോലൈസിസ് അല്ലെ. ഗ്ലൈക്കോജീനോലൈസിസ് നമുക്ക് ഷുഗർ കിട്ടും. ഇനി ഫ്രീ ഫാറ്റി ആസിഡ്, കരളെത്തുന്ന ഫ്രീ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറോൾ ഓർ ലാക്ടേറ്റ് വരും. സോ എല്ലാത്തിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കും. സോ ഇതെന്താ പറയാ, ഇത് ഗ്ലൂക്കോനിയോജെനസിസ് തന്നെയാണ്, അത് നേരത്തെ കണ്ടതാണ്. ഇനി LDL റിസപ്റ്റേഴ്സിന്റെ അളവ് വർദ്ധിപ്പിക്കും. അപ്പോൾ ബ്ലഡിലെ LDL കൊളസ്ട്രോൾ വന്നിട്ട് ലിവറിൽ ഒന്ന് ബൈൻഡ് ചെയ്യും. സോ ലിവർ ഇതിനെടുക്കും. കൊളസ്ട്രോൾ മെറ്റബോളിസം വർദ്ധിപ്പിച്ചിട്ട് ബൈൽ ആസിഡ്സ് ആക്കി മാറ്റും. സോ കൊളസ്ട്രോൾ ഈസ് കൺവേർട്ടഡ് ടു ബൈൽ ആസിഡ്സ് ആക്കി മാറ്റും. സോ ഇതാണ് അടുത്ത ഫംഗ്ഷൻ. സോ അതുകൊണ്ട് ഈ ഹൈപ്പർ തൈറോയിഡിസം, എപ്പോഴെങ്കിലും തൈറോയിഡിന്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ആളിൽ കൊളസ്ട്രോളിന്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. തിരിച്ച് ഹൈപ്പോ ആണെങ്കിലോ, ഹൈപ്പോ ഉള്ള ഒരാൾക്ക് കൊളസ്ട്രോൾ എമൗണ്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ആക്ഷൻ 4 ഓൺ ഹാർട്ട്. ഹൃദയത്തിൽ എന്താണ് തൈറോയ്ഡ് ഹോർമോണിന്റെ റോൾ? സോ ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ. ഹൃദയത്തിൽ β1 റിസപ്റ്റേഴ്സ് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കും. β1 റിസപ്റ്റേഴ്സ് ഹൃദയത്തിൽ വളരെയധികം വർദ്ധിപ്പിക്കുമ്പോൾ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ പോലെയുള്ളവയ്ക്ക് ഹൃദയത്തിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഹൃദയത്തിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാകും. ഹൃദയത്തിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാകുക എന്ന് പറഞ്ഞാൽ ഹൃദയമാണെങ്കിൽ ഇവിടെ SA നോഡ് ഉണ്ട്. SA നോഡ് കൂടുതലായിട്ട് മിടിക്കുകയും സോ അതിന്റെ ഓട്ടോമാറ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഹൃദയത്തിന്റെ ഹാർട്ട് റേറ്റ് കൂടും. ഹൃദയത്തിന്റെ മസിൽ ഇത് ഹൃദയത്തിന്റെ മസിലാണല്ലോ, വെൻട്രിക്കുലാർ മസിൽസ് നന്നായിട്ട് കൺട്രാക്ട് ചെയ്യാണ്, ചുരുങ്ങാണ്. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ വർദ്ധിപ്പിക്കും. ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ വർദ്ധിക്കുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് ഹൃദയത്തിൽ നിന്ന് സോ കൂടുതൽ കാർഡിയക് ഔട്ട്പുട്ട് മീൻസ് ബ്ലഡ് പ്രഷർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. സോ അങ്ങനെ ബ്ലഡ് പ്രഷറും വർദ്ധിപ്പിക്കാം. സോ ഇൻക്രീസ് തൈറോയ്ഡ് ഹോർമോൺ ക്യാൻ ഹൈപ്പർ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ഹാർട്ട് ഉണ്ടാക്കും. ഹൈപ്പർ ഡൈനാമിക് ഹൃദയത്തിന്റെ കുറച്ചും കൂടി കൂടിയ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. സോ വളരെ ഉയർന്നു പോയാലോ, സോ തൈറോയ്ഡ് ഹോർമോൺ വളരെ ഉയർന്നു പോകുന്ന ഭയങ്കരമായിട്ടുള്ള തൈറോയ്ഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വെച്ചാൽ അപ്പോൾ കാർഡിയക് അരിത്മിയ ഉണ്ടാക്കാം, CHF പ്രിസിപ്പിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാക്കാം. നോർമലി ആണെങ്കിൽ ഇത് ഹൃദയത്തിന് വളരെ ആവശ്യകരമാണ്. അടുത്തത് 5 ആയിരിക്കും അല്ലെ. 5 ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. ആക്ച്വലി ഇത് 5 ആയിട്ട് പറയേണ്ടതല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തൈറോയ്ഡ് ഹാസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയാം. സോ ന്യൂറോണിന്റെ ഫോർമേഷന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമേഷൻ മാത്രമല്ല ഡെവലപ്മെന്റിനും. ഇപ്പോൾ ന്യൂറോണിന് നമുക്കറിയാം ഒരുപാട്, ഇത് സെൽ ബോഡി ആണെങ്കിൽ ഇങ്ങനെ ഡെൻഡ്രൈറ്റ്സ് ഒരുപാടുണ്ടല്ലേ, ഇത് ആക്സോൺ ആണ്. ഡെൻഡ്രൈറ്റ്സിന്റെ ഡെവലപ്മെന്റ്, ഈ ഡെൻഡ്രൈറ്റ്സ് ആരുമായിട്ട് മറ്റേ ആക്സോണായിട്ട് കൂട്ടിമുട്ടണം. സോ മേക്ക് മോർ സിനാപ്സസ്. സോ ഡെൻഡ്രൈറ്റിക് ഡെവലപ്മെന്റ്, മോർ ഡെൻഡ്രൈറ്റ്സ്, മോർ ആക്റ്റീവ് സിനാപ്സസ് ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് മൈലിനേഷൻ. ഇവിടെ ആക്സോണിന്റെ പുറത്ത് മൈലിനേഷൻ. സോ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ, ഇതൊക്കെ കൃത്യമായിട്ട് നടക്കാൻ, വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കൃത്യമായിട്ട് നടക്കാൻ തൈറോയ്ഡ് ഹോർമോൺ ഈസ് വെരി വെരി എസെൻഷ്യൽ ആണ്. സോ ഗർഭിണികളിൽ ശരിയായ അളവിൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അവരുടെ ന്യൂറോണൽ ഡെവലപ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാകുകയുള്ളൂ. സോ ഇല്ലെങ്കിലോ കുട്ടിക്ക് CNS ഡെവലപ്മെന്റ് കുറവായിരിക്കും അല്ലെ. അതിനുള്ള ഉദാഹരണമാണ് ക്രെറ്റീനിസം. ജനിച്ചു വരുന്ന കുട്ടിക്ക്, ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് കുറയുകയാണെങ്കിൽ ക്രെറ്റിനിസം പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. മുതിർന്നവരിലാണെങ്കിലോ, മുതിർന്നവരിൽ മിക്സഡീമ ഉണ്ടാക്കാം. വളരെ സീരിയസ് ആയിട്ട് മിക്സഡീമ, കോമ
പോലെയുള്ള അപൂർവം സന്ദർഭങ്ങളും ബിക്കോസ് ഓഫ് ക്രീസ്ഡ് എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാം. ആള് മിക്കവാറും ഇത്തിരി കുറഞ്ഞാണെങ്കിൽ സ്ലഗ്ഗിഷ് ആയിരിക്കും. ആള് സ്ലഗ്ഗിഷ്, എല്ലാത്തിനും ഒരു മടിയൊക്കെ കിടന്നുറങ്ങലായിരിക്കും ഇഷ്ടം. ഓക്കെ, സോ അമിതമായി കഴിഞ്ഞാലോ? ഇത് അമിതമായി കഴിഞ്ഞാൽ അജിറ്റേഷൻ, ആള് വെറുതെ ഇരിക്കത്തില്ല ഒരു മിനിറ്റ്. അജിറ്റേഷൻ, നെർവസ്നെസ്, അങ്ങനെയൊക്കെ ഒരു പേട്ടപ്പായിരിക്കും. അതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിലുള്ള ആൾക്കാരെ നോക്കിയാൽ നമുക്കറിയാം, എല്ല് പോലെ ഇരിക്കും, ഭയങ്കര പെടപ്പായിരിക്കും, ഭയങ്കര ടോക്കറ്റീവ് ഒക്കെ ആയിരിക്കും. ഹൈപ്പോ ആണെങ്കിൽ എവിടെയെങ്കിലും മൂലക്ക് പോയി വെറുതെ ഇരുന്ന് ഉറങ്ങുന്ന ആളായിരിക്കും. അടുത്ത ആക്ഷൻ മസിൽസിലാണ്. മസിൽസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാനും നമുക്ക് ആര് വേണം? തൈറോയ്ഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസിൽ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തൈറോയ്ഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതൊരു മസിൽ ആണെങ്കിൽ, ഇങ്ങനെ മസിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് അമിനോ ആസിഡ്, ഇൻക്രീസ്ഡ് അമിനോ ആസിഡ് എൻട്രി അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് തൈറോയ്ഡാണ്. സോ തൈറോയ്ഡ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അമിനോ ആസിഡ് കയറിയാലാണ് ഇതിനകത്തേക്ക് പ്രോട്ടീൻസ് ഒക്കെ വളരെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രോട്ടീൻ നമുക്കറിയാം, ആക്റ്റിൻ, മയോസിൻ എല്ലാം പ്രോട്ടീനാണ്. സോ ഇതിന്റെ പ്രോട്ടീൻസിന്റെ റേഷ്യോ കൂടുമ്പോൾ മസിൽസ് വിൽ ബിക്കം ആക്റ്റീവ് ആയിരിക്കും. സോ മസിൽസിന്റെ കൃത്യമായിട്ട് അനബോളിസം ടു കാറ്റബോളിസം റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് കുറഞ്ഞാലോ എപ്പോഴും വീക്ക്നെസ്, മസിൽ വീക്ക്നെസ് ആയിരിക്കും. സോ കൂടിക്കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് മസിൽ ടോൺ. സോ നോർമൽ ആക്ഷൻ ഓഫ് മസിൽസ് ആർ മെയിൻറ്റെയിൻഡ് ബൈ തൈറോയ്ഡ് ഹോർമോൺ. GIT-ലോ ഏഴാമത്തത് നമുക്ക് GIT-യിൽ എന്ത് സംഭവിക്കും? GIT കൃത്യമായിട്ട് GIT-യുടെ മോട്ടിലിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് തൈറോയ്ഡ് ഹോർമോൺ വേണം. തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും കാണുക. അപ്പോൾ കൂടിയാൽ ഡയറിയ, അല്ലേ? നമുക്ക് അറിയാൻ പറ്റും. സോ നോർമൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തൈറോയ്ഡ് ഹോർമോൺ വേണം. ദെൻ GI സെക്രീഷൻസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനും കൃത്യമായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോണിന്റെ ലെവല് അത്യാവശ്യം ആണ്. ഇനി എട്ടാമത്തത് ബ്ലഡിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് തൈറോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് എറിത്രോപോയിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എറിത്രോപോയിസിസ് ഇപ്പോൾ RBC കുറയാം തൈറോയ്ഡ് ഇല്ലെങ്കിൽ. സോ അനീമിയ ഉണ്ടാക്കാം. ഇപ്പോൾ മറ്റൊന്നും കൊടുത്തിട്ട് നമുക്ക് അനീമിയ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ കൊടുക്കാറുണ്ട്. ദെൻ 9 റീപ്രൊഡക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയ്ഡ് ഹോർമോൺ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അവയുടെ ഹോർമോൺസ് അളവുകൾ എല്ലാം ശരിയായിട്ടുണ്ടാവാൻ തൈറോയ്ഡ് ഹോർമോൺ വേണം. കുറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും. സ്ത്രീകളിൽ ഇറഗുലർ മെൻസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പുരുഷന്മാരിൽ സ്പെർമിന്റെ എമൗണ്ട് കുറയും. പ്രഗ്നൻസി, ലാക്ടേഷൻ ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തൈറോയ്ഡ് ഹോർമോൺ വേണം. ദെൻ 10 സ്കിന്നിനകത്ത് എന്താണ് റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കിന്നിനകത്ത് ചർമ്മത്തിലെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും. ചർമ്മത്തിന്റെ അടിയിലുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസ്ഡ് സ്വെറ്റ് കൂടും. സോ ബോഡിയുടെ മൊത്തം ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നു വെച്ചാൽ ബോഡി കൂടുതൽ ആക്ടിവേറ്റ് ആവും. സോ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്കിൻ വേർക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറയണം. സോ ഇൻക്രീസ് BMR ഉയരുമ്പോഴത്തേക്കും ബോഡിയുടെ ചൂട് കൂടും, അത് കുറയ്ക്കുക. അപ്പോൾ സ്വെറ്റിന് അത് സാധിക്കും. ഇനി എല്ലുകളിൽ 11ാമത്തത് ബോൺസിൽ എന്താണ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി. സോ ഓസ്റ്റിയോക്ലാസ്റ്റിക് ആൻഡ് ആക്ടിവിറ്റി, ഓസ്റ്റിയോബ്ലാസ്റ്റിക് രണ്ടും വർദ്ധിപ്പിക്കുമ്പോൾ ബോൺ റീമോഡലിംഗ് കൂടും. സോ ഇൻക്രീസ്ഡ് ബോൺ റീമോഡലിംഗ്, പ്രത്യേകിച്ച് ഇത് കുട്ടികളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലുതായി കഴിയുമ്പോഴത്തേക്കും അത്രയും വേണ്ട. എന്നാലും ഡൈനാമിക് ബോൺ എന്ന് വെച്ചാൽ ഒരു സംഭവമല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബോണിന്റെ ഡൈനാമിക് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയാം. സോ 11 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും നമ്മൾ ടച്ച് ചെയ്യാത്തുണ്ടോ എന്ന് നോക്കിയില്ല. സോ ശരീരത്തിന്റെ എല്ലാ ഓർഗൻസും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഫങ്ഷൻ ചെയ്യാൻ തൈറോയ്ഡ് ഹോർമോൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയ്ഡ് അങ്ങ് നിന്ന് കൊടുത്താൽ മതി, പല ആൾക്കാരും പല പണികളും ചെയ്തോളും. സോ ശരീരത്തിന്റെ പ്രധാന നോട്ടക്കാരനാണ്. തൈറോയ്ഡ് ഹോർമോൺ അത്യാവശ്യമാണ്. ചിലയിടത്ത് അനബോളിക് ആയിരിക്കും, ചിലയിടത്ത് ഇവൻ കാറ്റബോളിക് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് നെയ്തർ ഫുള്ളി അനബോളിക് ഓർ കാറ്റബോളിക്, രണ്ടും ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവളാണ്. സോ ഓവറോൾ ഹോർമോണൽ സൂപ്പർവൈസറി ചാർജ് ആണ് നമുക്ക് തൈറോയ്ഡ് ഹോർമോണിന് ശരീരത്തിൽ ഉള്ളത് എന്ന് പറയാം. സോ ദിസ് ദ ഫിസിയോളജിക്കൽ റോൾ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ഇൻ അവർ ബോഡി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.